അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും NIOS+2 അറബിക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അതിൽ മുറക്കബുൽ ഇദാഫി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മദ്രസയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു പാഠം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിലെ ഫസ്റ്റിലെ ആക്ടിവിറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അൽ മദ്രസത്തി എന്ന പാഠത്തിലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസാണ്. ഇവിടെ ഈ ജീമ് എന്നിട്ടത് നോക്കൂ കേട്ടോ. ഇംല ഉൽ ഫറാഇ ഫമായല ബിക്കലിമാത്തു മുത്തവാഫിറത്ത് ഫിത്തർസി. ഇത് കഴിഞ്ഞ പാഠത്തിലുള്ള പോലെ തന്നെയാണ്. താഴെ കൊടുത്ത ഭാഗം പൂരിപ്പിക്കാനാണ്. ഇംല ഉൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫമായല ബിക്കലിമാത്തു മുത്തവാഫിറത്ത് ഫിത്തർസി, അതായത് വിട്ടുപോയിട്ടുള്ള ഭാഗം പാഠത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹാദിഹി മദ്രസത്തി ഡേഷ് വനലീഫത്തി. ഇവിടെ എന്താണ് ആൻസർ വരിക? നമ്മുടെ പാഠത്തിൽ ഫസ്റ്റിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിന് ആൻസർ. അപ്പോൾ എന്താണ് ഇതിന് ആൻസർ വരിക? ഹാദിഹി മദ്രസത്തി. ഇവിടെ താഴെയാണ് ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടിട്ടുണ്ട്. ഇന്നഹ കബീറത്തുൻ വവാസിയാത്തുൻ. ഇന്നഹ കബീറത്തുൻ വവാസിയാത്തുൻ. ഹാദി മദ്രസത്തി, എൻ്റെ സ്കൂൾ എന്താണ്? ഇന്നഹ കബീറത്തുൻ, അത് വലുതാണ്. വാസിയാത്തുൻ, അത് വിശാലമായതാണ്. വനലീഫത്തുൻ, അത് വൃത്തിയുള്ളതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മദ്രസത്തിന ഡേഷ് തഹ്ദുഫു ഡേഷ് അന്യാഫിയ. മദ്രസത്തിന, എൻ്റെ സ്കൂൾ, ഡേഷ് തഹ്ദുഫു, അത് ലക്ഷ്യം വെക്കുന്നു, ഡേഷ് അന്യാഫിയ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. മദ്രസത്തിന, എൻ്റെ സ്കൂൾ, ഡാഷ് എന്നുള്ളിടത്ത് ഹുക്കൂമിയത്ത് വ അൽമാനിയത്ത്. ഹുക്കൂമിയത്ത് പറഞ്ഞാൽ അത് ഗവൺമെൻറ് സ്കൂളാണ്, സർക്കാർ സ്കൂളാണ്. അൽമാനിയത്ത് അതെന്താണ്? മതേതരത്വപരമായിട്ടുള്ള ഒരു സ്കൂളാണ്. ഇലാ താലീമുൽ മവാദ്, എവിടേക്ക്? ഇലാ താലീമ്, വിദ്യാഭ്യാസത്തിലേക്ക്. അൽ മവാദു നാഫിയ. മവാദു നാഫിയ പറഞ്ഞാൽ ഉപകാരപ്രദമായ വിദ്യാഭ്യാസത്തിലേക്കുള്ള. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അൽ മദാരിസ് ഡാഷ് ഇലൻ നജാഹു ഫിൽ ആഖിറ. മദാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ. ഡാഷ് ഇലാ നജാഹ്, അത് വിജയത്തിലേക്കുള്ളതാണ്. ഫിൽ ആഖിറ, ആഖിറത്തിൽ. അപ്പോൾ അതെന്തായിരുന്നു പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഏത് സ്കൂളിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഇവിടെ ഞാനതിന് ആൻസർ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. അൽ അഹ്ലിയത്തുൽ ഇസ്ലാമിയ അല്ലത്തി തസ്തഹദിഫു തർബിയത്തു റൂഹിയ തുവദ്ദി ഇല നജാഹു ഫിൽ ആഖിറ. അൽ അഹ്ലിയത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക സ്കൂൾ. അല്ലത്തി തസ്തഹദിഫു, അത് ലക്ഷ്യം വെക്കുന്നു. തർബിയത്തു റൂഹിയ, എന്താണ്? ആത്മീയപരമായിട്ടുള്ള വിദ്യാഭ്യാസം. തുവദ്ദി ഇല നജാഹു ഫിൽ ആഖിറ, അതെന്താണ്? ആഖിറത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള ഒരു പഠനമാണ്. അതായത് ആ സ്കൂളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡേഷ് അല്ലദീ ഖലക്ക. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഖുർആനിലെ ആയത്താണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ആയത്ത്? ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക, അതാണ് ആ വിട്ട ഭാഗത്തുള്ളത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? ഇഖ്റ വ റബ്ബുക, അത് നമുക്കറിയാം ഖുർആനിലെ ആയത്താണെന്ന് അല്ലേ. ഇഖ്റ റബ്ബുക്കൽ അക്രം. ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇഖ്റ വ റബ്ബുക്കൽ അക്രം. ഇതെല്ലാവരും എന്താണ് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. കാരണം പാഠത്തിനുള്ളിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? അതാല് എന്നിട്ട് ശ്രദ്ധിക്കട്ടോ. ഇസ്താദമുൽ കെലിമാത്തു താലിയ ഫി ജുംലിക്ക. ഇസ്താദമ് ഉപയോഗിക്കുക. അൽ കെലിമാത്തു താലിയ, താഴെ കൊടുത്ത പദങ്ങൾ. ഫി ജുംലിക്ക, ജുംലയിൽ, അതായത് താഴെ കൊടുത്ത പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാരിഫത്ത്. പിന്നത്തെ രണ്ട് മാരിഫത്ത് പറഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ അറിവ്. സൊൻ അത്ത്, രണ്ടാമത് സൊൻ അ, അതായത് ജോലി. മൂന്നാമത്തത് ഇൻബസക്ക. ഇൻബസക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻബസക്ക എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക. നാലാമത്തത് കസബസബുക്ക്. കസബസബുക്ക് എന്ന് പറഞ്ഞാൽ വിജയം. പിന്നെ അഞ്ചാമത്തത് ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്. ആറാമത്തത് ജിവാറ്. ജിവാറ് പറഞ്ഞാൽ അരികിൽ. ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ച് എന്താണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. മാരിഫത്ത്, അറിവ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഹസൽത്തു,
മാരിഫത്ത് ഹസൽത്തു ഞാൻ നേടി അൽ മാരിഫത്ത് അറിവ് മിനൽ മുദരിസി എവിടുന്ന് അധ്യാപകനിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഇനി രണ്ടാമത്തെ അത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്. അത് ഉപയോഗിച്ചിരുന്നു നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സിറാഅത്തി സൊൻ അത്തുൻ ചെയ്ത. സിറാഅത്ത് പറഞ്ഞാൽ കൃഷി, സൊൻ അത്തുൻ അത് നല്ല ജോലിയാണ്. സൊൻ അത് പറഞ്ഞാൽ ജോലി, ജയ്യിദത്തുൻ നല്ലത്. അപ്പോൾ കൃഷി നല്ലൊരു ജോലിയാണെന്നാണ് ഇവിടെ സെൻറ്റൻസ് ആക്കിയിട്ടുള്ളത്. ഇനി ഇൻബസക്ക, ഇൻബസക്ക എന്താ മീനിങ്? ഉയർന്നു വന്നു എന്നല്ലേ. അപ്പോൾ അത് വെച്ച് ഇവിടെ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻബസക്ക അഞ്ഞൂറി ഫിൽ ആബ. ഇൻബസക്ക ഉയർന്നു വന്നു, അഞ്ഞൂറി പ്രകാശം, ഫിൽ ആബ എവിടെ, ആബത്തി എവിടെ നിന്ന്, കാട്ടിൽ നിന്ന്. ഇനി അടുത്തത് കസ്ബ സബ്ക്കി എന്ന് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനായിരുന്നു. എന്താ കസ്ബ സബ്ക്കി പറഞ്ഞാൽ വിജയം എന്നല്ലേ. അപ്പോൾ നാല ജാബിർ, ജാബിർ നേടി കസബ സബക്ക് വിജയം, ഫിൽ ഇംതിഹാൻ എന്തിൽ, പരീക്ഷയിൽ. അപ്പോൾ ജാബിർ പരീക്ഷയിൽ എന്താണ് വിജയം നേടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എൽമ് എന്ന് വെച്ചിട്ട് വാക്കുണ്ടാക്കാനായിരുന്നു. അപ്പോൾ ഇവിടെ എൽമ് എന്ന് വെച്ചിട്ടുണ്ടാക്കിയത് എൽമു നാഫിയോൻ, അറിവെന്താണ്, ഉപകാരപ്രദമായതാണെന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ ജിവാർ എന്ന് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനായിരുന്നു. ഇപ്പോൾ ജിവാർ പറഞ്ഞാൽ എന്താണ്, അരികിൽ. അപ്പോൾ ജലസ്തു ബിജിവാരിൽ കാബ, ജലസ്തു ഞാൻ ഇരുന്നു, ബിജിവാരിൽ കാബ എവിടെ, കാബയുടെ അരികിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഫജ്ർ എന്ന് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനായിരുന്നു. ഫജ്ർ പറഞ്ഞാൽ എന്താണ്, പ്രഭാതം. റഹബ്തു ഞാൻ പോയി, ഇലൽ കാലിക്കൂത്ത് എവിടേക്ക്, കാലിക്കൂട്ടിലേക്ക്, കാലിക്കൂട്ട് പറഞ്ഞാൽ കോഴിക്കോട്ടിലേക്ക്. ബാദൽ ഫജ്രി എപ്പോൾ, പ്രഭാതത്തിന് ശേഷം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇവിടെ ഹാ എന്നിട്ട് ശ്രദ്ധിക്കുക. തുദബ്ബിറുൽ ജുംലത്തുൻ നമൂദിജിയ അൽ ഖാസത്ത് ബിൽ മുറക്കബുൽ ഇളാഫി. എന്താണ് തുദബ്ബിറുൽ ജുംല, താഴെ കൊടുത്ത ജുംല ശ്രദ്ധിക്കുക. അൽ ഖാസത്ത് പ്രത്യേകമാക്കിയിട്ടുള്ള മുറക്കബുൽ ഇളാഫി. മുറക്കബുൽ ഇളാഫി എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കാര്യത്തിൽ മറ്റേ കാര്യത്തിലേക്ക് ചേർത്ത് പറയുന്നതാണ് മുറക്കബുൽ ഇളാഫി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. മുലാഫു മുലാഫുലേക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ താഴെ ഒരു സെൻറ്റൻസ് അതിന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതലായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്? കിതാബു തിൽമീദി ഫിൽ ഹക്കീബ. കിതാബു തിൽമീദി ഫിൽ ഹക്കീബ എന്താണ് ഇതിൻ്റെ മീനിങ്? കിതാബു തിൽമീദി പറഞ്ഞാൽ കുട്ടിയുടെ പുസ്തകം, ഫിൽ ഹക്കീബത്ത് എവിടെ, ബാഗിലാണ്. അപ്പോൾ ഇതിലേതാ മുലാഫ്? കിതാബ് അല്ലേ. തിൽമീദി എന്നുള്ളത് മുലാഫു ഇലൈഹി. കിതാബു തിൽമീദി കുട്ടിയുടെ പുസ്തകം, അവിടെയാണ് മുറക്കബുൽ ഇളാഫി വന്നത്. അപ്പോൾ ഇതുപോലുള്ള മറ്റ് സെൻറ്റൻസുകൾ നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക, പിന്നീട് ഈ ആൻസർ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ ആൻസർ എന്താ എഴുതിക്കണേ? അക്കല മുഹമ്മദ് തൊആമൽ അബി. എന്താണ് അതിൻ്റെ മീനിങ്? അക്കല കഴിച്ചു, മുഹമ്മദ് കഴിച്ചു, തൊആമൽ അബി തൊആമ് ഭക്ഷണം, അൽ അബി ഉപ്പയുടെ. അപ്പോൾ തൊആമൽ അബി പറഞ്ഞാൽ ഉപ്പയുടെ ഭക്ഷണം മുഹമ്മദ് കഴിച്ചു. അപ്പോൾ ഇവിടെ ഏതാണ് മുലാഫ്? തൊആമ് എന്നുള്ളത് മുലാഫ്, അൽ അബി എന്നുള്ളത് മുലാഫ് ഇലൈഹി. ഇനി എന്താണ്? കത്തബ്തു ബി കലമി ജാബിർ. കത്തബ്തു പറഞ്ഞാൽ ഞാൻ എഴുതി, ബി കലമി പേന കൊണ്ട്, ജാബിർ ആരുടെ പേന? ജാബിറിൻ്റെ പേന. അപ്പോൾ അവിടെ കലമ് എന്നുള്ളത് മുലാഫ്, ജാബിർ എന്നുള്ളത് മുലാഫ് ഇലൈഹി. ഇനി അടുത്തത് എന്താണ്? ലോ ആ മിഫ്താഹുൽ ഉർഫത്തി. ലോ ആ നഷ്ടപ്പെട്ടു, മിഫ്താഹ് പറഞ്ഞാൽ താക്കോല്, അൽ ഉർഫത്തി റൂമിൻ്റെ. അപ്പോൾ മിഫ്താഹുൽ ഉർഫത്തി റൂമിൻ്റെ താക്കോൽ. അവിടെ മിഫ്താഹ് എന്നുള്ളത് മുലാഫ്, അൽ ഉർഫത്തി എന്നുള്ളത് മുലാഫു ഇലൈഹി. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു അല്ലേ. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ഉക്തുബ് അഷർ ജുംല മിൻ ഇന്ദിക മുസ്തഖദിമ അൽ മുറക്കബുൽ ഇളാഫി. അതായത് മുറക്കബുൽ ഇളാഫി ഉപയോഗിച്ചിട്ട് 10 ജുംല ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മുകളിൽ ഉണ്ടാക്കിയത് പോലെ തന്നെ. അപ്പോൾ അത് ഹോംവർക്കാണ്, വാജിബ് മനസ്സിലാകാൻ ഹോംവർക്കാണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ശ്രദ്ധിക്കാം. എന്താണ്? തുറജിം മായല. ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ പാഠത്തിന് ചോദിച്ചിട്ടുണ്ട്. മിനൽ അറബിയ ഇലൽ ഇംഗ്ലീസിയ. എവിടെ നിന്ന്? അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മദ്രസത്തി കബീറത്തുൻ വവാസിയാത്തുൻ. മദ്രസത്തി എൻ്റെ സ്കൂൾ, കബീറത്തുൻ അത് വലുതാണ്, വവാസിയാത്തുൻ അത് വിശാലമുള്ളതാണ്.
അപ്പോൾ ഇതിന് ആൻസർ ഇവിടെ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. എന്താണ്? മദ്രസത്തി, എൻ്റെ സ്കൂൾ. നെല്ലീന് എന്താണ് ഇംഗ്ലീഷ് പറയുക? മൈ സ്കൂൾ അല്ലേ. കബീറത്തുൻ, അത് വലുതാണ്, അതിനെന്താ ഇംഗ്ലീഷ് പറയാം? ബിഗ് അല്ലേ. കബീറത്ത് പറഞ്ഞാൽ ബിഗ്. അപ്പോൾ മൈ സ്കൂൾ ഈസ് ബിഗ്. പിന്നെ എന്താണ്? ഇപ്പോൾ വാസ്യാത്വം, അത് വിശാലമായതാണ്, അതിനെന്താ പറയുക? സ്പേഷ്യസ്. അപ്പോൾ മൈ സ്കൂൾ ഈസ് ബിഗ് ആൻഡ് സ്പേഷ്യസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കറിയത്തിന, എൻ്റെ ഗ്രാമം. ജമീലത്തുൻ, അത് ഭംഗിയുള്ളതാണ്. വസുക്കാനഹ സോലിഹോൻ, എന്താണ്? അവിടുത്തെ ഗ്രാമവാസികൾ എന്താണ്? സോലിഹോൻ, നന്മയുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. അവർ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഈസ് റെസിഡൻസ് ആർ ഗുഡ്. കറിയത്തിന പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? വില്ലേജ് അല്ലേ. അപ്പോൾ അവർ കറിയത്തിന പറഞ്ഞാൽ ഞങ്ങളുടെ വില്ലേജ്, ഞങ്ങളുടെ ഗ്രാമം. അപ്പോൾ എന്താണ്? അവർ വില്ലേജ്. ജമീലത്തുൻ, ജമീലത്തുൻ എന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് എന്താ? ബ്യൂട്ടിഫുൾ. അപ്പോൾ അവർ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ. സുക്കാനഹ, അവിടുത്തെ ഗ്രാമവാസികൾ, അപ്പോൾ അവിടുത്തെ താമസക്കാർ എന്നാണ് അർത്ഥം. അപ്പോൾ ആൻഡ് ഈസ് റെസിഡൻസ്. സോലിഹൂൻ, അവരെന്താണ്? നന്മയുള്ളവരാണ്. അപ്പോൾ ആർ ഗുഡ്. അപ്പോൾ അവർ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഈസ് റെസിഡൻസ് ആർ ഗുഡ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ. മദീനത്തു ഡൽഹി ഫി ആസിമത്തുൽ ഹിന്ദി. മദീനത്ത് പറഞ്ഞാൽ പട്ടണം, ഡൽഹി, ഡൽഹി. ഈ ഹാസിമത്തുൻ, അതെന്താണ്? തലസ്ഥാനമാണ് അല്ലെ ഹിന്ദ്, ഇന്ത്യയുടെ. അപ്പം അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? മദീനത്തിന് പട്ടണത്തിന് എന്താ ഇംഗ്ലീഷ് പറയാ? പട്ടണത്തിന് എന്താ ഇംഗ്ലീഷ് പറയാം? സിറ്റി എന്നല്ലേ. അപ്പോൾ നമുക്ക് സിറ്റി എന്ന് വെച്ചിട്ട് എഴുതാം. അതുപോലെ എന്താണ്? മദീനത്ത് ഡൽഹി ആസിമത്തുൽ ഹിന്ദ് എന്നുള്ളത് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അസ്തികാവുക, നിന്റെ കൂട്ടുകാർ. മുഖ്ലിസൂൻ, അവരെന്താണ്? നിഷ്കളങ്കരാണ്. ആദാത്തുഹും തൊയ്യബ, അവരുടെ പതിവുകൾ എന്താണ്? അതായത് അവരുടെ ശീലങ്ങൾ. തൊയ്യബ, വളരെ നല്ലതാണ്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുക? യുവർ ഫ്രണ്ട്സ്. അസ്തികാവുക പറഞ്ഞാൽ യുവർ ഫ്രണ്ട്സ്. മുഖ്ലിസൂൻ ആർ ലോയൽ. മുഖ്ലിസൂൻ എന്ന് പറഞ്ഞാൽ ആർ ലോയൽ. അപ്പോൾ ആദാത്തുഹും തൊയ്യബ എന്നില്ലല്ലോ. ആൻഡ് ദെയർ ഹാബിറ്റ്സ് ആർ ഗുഡ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അൻതുമ മുജ്തഹിദാനി ഫിദ്ദിറാസത്തി വസാദത്തുക്കുമ ഫരിഹൂൻ മിൻകുമ. അപ്പോൾ ഇതിന് ആൻസർ എന്താ വരിക? യു ആർ ഡെലിക്കൻറ്റ് ഇൻ യുവർ സ്റ്റഡീസ് ആൻഡ് യുവർ ടീച്ചേഴ്സ് ആർ ഹാപ്പി വിത്ത് യു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മിനൽ ഇംഗ്ലീസിയ ഇലൽ അറബിയ, ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഇതുവരെ നമ്മൾ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഹാമിദ് ആൻഡ് സുഹൈൽ ആർ വെരി പങ്ക്ച്വൽ ഓഫ് ദെയർ ക്ലാസ്. ഹാമിദും സുഹൈലും അവരുടെ ക്ലാസ്സിൽ എന്താണ്? വളരെ കൃത്യനിഷ്ഠതയുള്ളവരാണ്. അത് നമ്മളെങ്ങനെ അറബി പറയാം? ഹാമിദു വ സുഹൈൽ ദഖീഖാനി ജിദ്ദം ഫി ഫുസൂലഹ. ഹാമിദും സുഹൈലും അവരുടെ ക്ലാസ്സിൽ വളരെയധികം കൃത്യനിഷ്ഠയുള്ളവരാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് യൂഷ്വലി ദ പാരൻസ് ഡു നോട്ട് ടേക്ക് കെയർ ഓഫ് ദെയർ ചിൽഡ്രൻ അസ് ദേ ഷുഡ്. യൂഷ്വലി സാധാരണയായി ദ പാരൻസ് ഡു നോട്ട് ടേക്ക് കെയർ, അവരുടെ കുട്ടികളുടെ പാരൻസ് എന്താണ്? കെയർ ചെയ്യുന്നില്ല. ഓഫ് ദെയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികളെ പാരൻസ് കെയർ ചെയ്യുന്നില്ല. അസ് ദേ ഷുഡ്, വേണ്ട പോലെ. അപ്പോൾ ഇതിനെ നമുക്ക് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എങ്ങനെ? അതിൻ്റെ ആൻസർ ഇവിടെ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. ആദ്യത്തെ അൽ ആബാഉല യഅ്തിനൂന ബി അത്ഫാലഹും കമാ യംബഇ ലഹും. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹിസ് വർക്ക് ഈസ് എക്സലൻ്റ് ആൻഡ് അഡ്മിറബിൾ. എന്താണ് അതിൻ്റെ മീനിങ്? ഹിസ് വർക്ക്, അവൻ്റെ വർക്ക് എന്താണ്? എക്സലൻ്റ് ആൻഡ് അഡ്മിറബിൾ, വളരെ നന്നായിട്ടുണ്ട്. അഡ്മിറബിൾ പറഞ്ഞാൽ പ്രശംസനീയവുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? അമലഹു മുംതാസും വജുദീറും ബില്ലി അജാബി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യുവർ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്പ്ലെൻഡിഡ്. അപ്പോൾ യുവർ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട് എന്താണ്? വളരെ ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് സ്പ്ലെൻഡിഡ്, അതെന്താണ്? സ്പ്ലെൻഡിഡ് പറഞ്ഞാലും ഭംഗിയുള്ളതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ബൈത്തുക്ക ജമീലും വറായഹുൻ, നിൻ്റെ വീടെന്താണ്? ജമീലും ഭംഗിയുള്ളതാണ്. വറായഹുൻ, അതിനാണ് അത് ഭംഗിയുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഷാഹിദ്സ് ഫാദർ ഈസ് വെരി പൊളൈറ്റ്. ഷാഹിദിൻ്റെ ഉപ്പ എന്താണ്? വളരെ പൊളൈറ്റ് ആണ്. നമ്മളെങ്ങനെ അറബി പറയുക? വാലിദ് ഷാഹിദ് മുഅദ്ദിബുൻ ജിദ്ദൻ.
ഷാഹിദിൻ്റെ ഉപ്പ എന്താണ്? വളരെ പൊളൈറ്റാണ്. പൊളൈറ്റ് പറഞ്ഞാൽ എന്താണ്? വിനയന്. ഷാഹിദിൻ്റെ ഉപ്പ എന്താണ്? വളരെയധികം വിനയമുള്ളവനാണെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത് നന്നായിട്ട് പഠിച്ചു പോകണം. എല്ലാ പാഠത്തിനും ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരാറുണ്ട്. അത് എക്സാമിന് സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠം തുടങ്ങാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.